ആരിവിടെ UP സ്കൂളിനു കമ്പ്യൂട്ടർ കൊടുത്തു? ആരിവിടെ വെയിറ്റിംഗ് ഷെഡിനു ടൈൽസ് വിരിച്ചു? ആരിവിടെ നേത്ര ചികിത്സ ക്യാമ്പു നടത്തി? ഒരു ടേക്ക് പോയാലോ? നന്നായിരിക്കും. ഓക്കെ സാറേ, ആ താളം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെയാണ്, എന്നാലും ടച്ചൊക്കെ വിട്ടിട്ട് കുറെ കാലമായില്ലേ? അതാ നോക്കാം. എടുത്തോളൂ. ആരാ? അയ്യോ, ഉദയൻ PA. ഇപ്പൊ ഉദയേട്ടാ. കലേഷേ, ഇവിടെ ഒരു ആനയ്ക്ക് മതം പൊട്ടിയിരിക്കുക. അതെ, ഈ അവസരം നമുക്ക് മുതലാക്കണം. എങ്ങനെ? ഈ മതം പൊത്തിയ ആന അവന് പ്രചരണത്തിന് വന്നതാണെന്ന് പറഞ്ഞ് പരത്തണം. ഇതാവുമ്പോ 2GB റാമും 64 ബിറ്റ് പ്രോസസറും പിന്നെ 16GB ഇന്റർണൽ മെമ്മറി ഉണ്ട്. 10 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാം, കൂടെ ഫ്രീ ആയിട്ടൊരു സെൽഫി സ്റ്റിക്കും. എവിടെ വരെ എത്തി? ആന ഇറങ്ങത് ആ ജിമ്മി നമ്മുടെ തന്നെ കെട്ടി വെക്കാൻ നോക്കുക. അതെങ്ങനെ ശരിയാവും? സാറിന്റെ ചിഹ്നമല്ലേ ചിഹ്നം വിളിക്കുന്നത്. വേഗം ഇങ്ങോട്ട് വാ. സാറേ, ഫയർഫോഴ്സിനെ വിളിച്ചാ പോരെ? നമ്മൾ അങ്ങോട്ട് പോണോ? ഞാൻ പോയേ പറ്റൂ. എടാ, നീ ഒന്ന് വേഗം ചവിട്ടി വിട്ടേ. ആന്ധ്രാപ്രദേശിൽ എവിടെ ഇലക്ഷൻ മാറ്റി വെച്ചത്? സ്ഥാനാർത്ഥിനെ ആന ചവിട്ടി കൊന്നിട്ടാ. നീ വേണ സ്പീഡ് അല്പം കുറച്ചോ. അയ്യോ അമ്മേ, ഇല്ല, ആളപായൊന്നും ഇതുവരെ ഇല്ല. രണ്ടുപേരും ആനപ്പുറത്ത് പെട്ടുപോയിട്ടുണ്ട്. വെയിറ്റ് കൊണ്ട് തനിക്ക് സ്പീഡ് ഓടാൻ പറ്റും. അതവിടെ ഇട്ടിട്ട് ഓർമ്മോ? ആ വെയിറ്റ് എടുത്താ ചട്ടിക്കൊട്ടലെ എറിഞ്ഞ് വീഴ്ത്തണോ? സാറേ, ആനയുടെ ഓണറുടെ നമ്പർ കിട്ടി. അയാൾക്ക് മൈക്ക് ഓടി വെക്കാൻ അറിയോ? എനിക്കറിയില്ല, സാറൊന്ന് വിളിച്ചു നോക്ക്. സാറെ ഫോൺ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫാ. ആന ചവിട്ടിക്കൊന്ന ഫാമിലിക്ക് 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു പോളിസി ഉണ്ട്. പറയട്ടെ, ഇതിലും ഭേദം ആന ചവിട്ടുന്നതാ. ആന അമ്പലത്തിലേക്ക് ഓടിക്കയറി മയക്കോടി വെക്കാൻ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സുരക്ഷിതരായി മാറിയിരിക്കുന്നുണ്ട് സാർ. നല്ല വല്ല കോളും വന്നാ മതിയായിരുന്നു. എൻഗേജ്ഡ് ആണല്ലോ. ഇനി അയാളെ ആന ചവിട്ടിക്കൊന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ നാടിന്റെ നെഞ്ചകം പിളർക്കാൻ ഓടിയെത്തുന്ന മതയാനയെ മയക്കുപിടി വെച്ചു വീഴ്ത്തുന്ന രസകരമായ കാഴ്ച കാണാൻ സ്വന്തം ചിഹ്നം ഉപയോഗിച്ച് നാട്ടുകാരെ ചവിട്ടിക്കൊല്ലുന്ന കലേഷിന്റെ ക്രൂരമായ കാപട്യങ്ങളെ ഒറ്റപ്പെടുത്തുക. ജിമ്മിയുടെ നാടിനോടുള്ള സ്നേഹവും മമതയും മനസ്സിലാക്കുക. തെങ്ങാണ്ട് ചിഹ്നം, ജിമ്മിയാണ്ട് തെങ്ങ്. വരവ് കലക്കി. ഈ നാട്ടുകാരാകെ ഭയചകിതരായിരിക്കുകയാണ്. നടപടി വേദമുണ്ടോ? ഹലോ കലേഷേ, ഈ വന്നവനാണ് ക്രിസ്ത്യാനിയാ. നമുക്കത് വെച്ചാൽ അലക്കലക്കാം. ഇനി നീ വണ്ടി വേഗം വിട്ടോ. ആനയുടെ മുതലാളി ഞാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ.
ആനയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ പിന്നെ ജാമ്യമില്ലാത്ത കേസാ. അതൊക്കെ ഞാൻ ഏറ്റി. ദേ, ഇദ്ദേഹം ലൈസൻസ് ഉള്ള ഒരു മൃഗഡോക്ടറാ. പിന്നെ ഇദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നതിന്റെ പേരിലാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ആണോ? കെമിക്കൽ റെസ്റ്റേമെന്റിന്റെ അനുമതി വെറുതെ എഴുതി കൊടുക്കാനൊന്നും പറ്റില്ല. 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉള്ള ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ ഫയറിംഗ് പ്രാക്ടീസ് കിട്ടിയ പോലീസുകാരനോ വേണ്ടി വരും. ഞാനില്ല. അറിയാത്ത പണി ചെയ്ത് ആരെങ്കിലും പരാതി എഴുതി കൊടുത്താലേ കേസ് മാറും. അതൊന്നും ഈ വോട്ടർമാര് തെണ്ടുകൾക്ക് അറിയില്ല. ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് നിന്ന് തന്നാ മതി. ഈ കൈക്ക് എന്ത് പറ്റിയതാ? മാങ്ങ പറിക്കാൻ പോയതാ. പിടി, നടക്ക്. വാ. ചേട്ടൻ പേടിക്കുന്നുണ്ടോ? എങ്ങോട്ടാ? മതം. മതം അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്റെ ജിമ്മി സാറേ, വെറുതെ നിന്ന് ആന എന്തിനാ കുത്തികളൊക്കെ വിട്ടത്? ഈ കാണുന്ന പുകലെ കണ്ടൊക്കെ വെച്ചിട്ട് അത് എന്റെ തലയെ കെട്ടിയോ കഥ 60% ഹിന്ദു വോട്ടുള്ള നമ്മുടെ മണ്ഡലത്തില് ഒരു ആനയെ ഓടിച്ച് അമ്പലത്തിനകത്താക്കിയിട്ട് അന്യമതസ്ഥനായ ഒരുത്തരെ ഈ ക്ഷേത്രത്തിൽ കയറ്റാൻ ഇവിടുത്തെ വിശ്വാസികൾ അനുവദിക്കില്ല. പണി പാളി. കലേഷ് വെറുതെ ഇല്ലാവചനം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. നോക്കിക്കോടോ, അകത്തേറി പേടി വെക്കണോ? അമ്പലത്തിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ലേ? അയ്യോ, എനിക്ക് ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഒരു അന്യമതസ്ഥൻ ഈ അമ്പലത്തിലെങ്ങാനും കേറിയ ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളുടെ വോട്ട് കലേഷ് സാറിന് കിട്ടും. അവിടെ കിടന്ന് തർക്കിക്കാണ്. ഞങ്ങളൊന്ന് രക്ഷിക്കണം. നേതാക്കം മരുത്തുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇയാളുടെ മതം ഏതാണെന്ന് അറിയണം. അതല്ലേ പ്രശ്നം? അതിന് ഇയാളുടെ ഷർട്ട് ഊരിയാ മതി. അറിയാം. സാറേ വേണ്ടാട്ടോ. ഷർട്ട് ഊരി കാണിക്കണോ? ഷർട്ട് ഊരില്ലേട്ടോ. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തില്ലെന്നേ. അഴിക്കടാ. വേണ്ട. ഞാൻ കാണിച്ചു തരാം. ഊരിലെന്നേ. ഇത് ഹെഡ്ഫോണിന്റെ വള്ളിയല്ല, സ്പൂണിലാണ്. സ്പൂണ് ആന്തുണയില്ലത്തെ ചാർദൂല വിക്രം നമ്പൂതിരിയുടെ ഏക സന്താനം ചേട്ടൻ എയർഫോഴ്സിലാ. സ്പൂണൂലാണ്. സ്പൂണൂല. ഇനി നോമിനകത്തു പോലോ അല്ലേ? പുറകില് തുമ്പിക്കൈ വെച്ച് പറിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെക്കണം. എനിക്കറിയാന്നേ. ഓക്കെ. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. ചേട്ടൻ പേടിക്കണ്ട.